നമസ്കാരം, ന്യൂസ് 3ലേക്ക് സ്വാഗതം. ഞാൻ നാദിറ മെഹർ. ഇന്നത്തെ അതിഥിയിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ അതിഥി സാമൂഹ്യ പ്രതിബന്ധമുള്ള വിഷയങ്ങളിൽ കൃത്യമായി തന്നെ ഇടപെടുന്ന സാമൂഹ്യ പ്രവർത്തകയും ഗായികയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റും അതിനേക്കാളൊക്കെ ഉപരി ആർജയുമായിട്ടുള്ള ആർജെ സുമി. സ്വാഗതം സുമി. ഒത്തിരി സന്തോഷമുണ്ട്. കാരണം സാമൂഹ്യ പ്രതിബന്ധതയുള്ള വിഷയങ്ങളിൽ വളരെ കൃത്യമായി ഇടപെടുന്ന, കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഇവിടുത്തെ ക്യാൻസർ മനുഷ്യർക്ക് ഒരു ഇടം കണ്ടെത്തിയ വ്യക്തിയും കൂടിയാണ്. നമ്മൾ അടുത്തൊരു ചുവടുകൂടി വെക്കുകയാണ്. നമുക്ക് പ്രേക്ഷകർക്കുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ഒരുപക്ഷെ അറിയാത്ത മനുഷ്യരോട് നമുക്കിത് പരിചയപ്പെടുത്താം. എന്തായിരുന്നു ആ വിഷയം? 2021 സനാഥാലയം ക്യാൻസർ കെയർ സെൻറ്റർ എന്ന് പറയുന്ന ഒരു കുടുംബം, നമുക്കൊരു സ്ഥാപനം എന്ന് പറയാൻ ഇഷ്ടമല്ല, നമ്മുടെ RCCയിൽ റീജിയണൽ ക്യാൻസർ സെൻറ്ററിൽ വരുന്ന പ്രിയപ്പെട്ടവർക്കായിട്ട് ഒരിടം ഒരുക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. കാരണം അതിൻ്റെ തൊട്ടടുത്തൊക്കെ അവർ ഒരു ദിവസം മിനിമം ഒരു 100 രൂപ കൊടുത്തൊക്കെയാണ് അവർക്ക് താമസിക്കേണ്ടി വരിക. പിന്നെ ഭക്ഷണത്തിൻ്റെ ചിലവ്, ഇതൊക്കെ പോരാഞ്ഞിട്ട് ഈ അവസ്ഥയോട് പൊരുതുമ്പോൾ സ്വാഭാവികമായിട്ടും കാശെന്ന് പറയുന്നത് ഉള്ളവനും ഇല്ലാത്തവനും ഒക്കെയും ഇല്ലാതാകുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, കാശില്ലാതെ അല്ലെങ്കിൽ അത് ഒരു ചിലവും ഇല്ലാതെ ഭക്ഷണത്തിനായാലും താമസത്തിനായാലും നമ്മുടെയൊക്കെ വീട്ടിൽ ഒരാൾക്കൊരു സങ്കടം വന്നാൽ അല്ലെങ്കിൽ ക്യാൻസർ എന്ന് പറയുന്ന ഒരു അവസ്ഥ വന്നാൽ അവരെങ്ങനെ നമ്മൾ നോക്കും എന്നുള്ളൊരു ലക്ഷ്യത്തോടെ ഞങ്ങളൊരു ഇടം തുടങ്ങുമായിരുന്നു. അതിൻ്റെ പേര് സനാഥാലയം എന്നതായിരുന്നു. അനാഥാലയമല്ല, നമ്മളെല്ലാം കേട്ടിട്ടുള്ളത് അനാഥാലയമാണ്. പക്ഷേ നമ്മൾ ആരും അനാഥരല്ല, സനാഥരാണെന്ന് ഓർമ്മപ്പെടുത്തുന്ന തരത്തിലാണ് ആ ഒരു പേരോടുകൂടി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. ഇന്നിപ്പോൾ 5 കൊല്ലങ്ങളിൽ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ആദ്യത്തെ ഒരു വാടക വീടായിരുന്നു കഴിഞ്ഞ 4 വർഷങ്ങൾ. ഇപ്പോൾ അത് അടുത്ത ഘട്ടത്തിലേക്ക് വീണ്ടും ഒരു വാടക വീട്ടിലേക്ക്. പക്ഷേ അതിനേക്കാളൊക്കെ ഒരു സന്തോഷം എന്ന് പറയുന്നത് ഒരുപാട് നല്ല മനുഷ്യരുടെ കരുണയോടുകൂടി ഞങ്ങൾ സ്വന്തം ഇടത്തിലേക്ക് ഈ മാർച്ച് അവസാനത്തോടു കൂടി പോവുകയാണ് എന്നുള്ളതാണ്. ഒത്തിരി സന്തോഷമുണ്ട്. കാരണം എടുത്തു പറയേണ്ടത്, വാടക വീട്ടിൽ നിന്ന് ഒരു പുതിയ ഇടത്തേക്ക്, അത് സ്വന്തമായൊരു ഇടത്തേക്ക്, അവിടെ നമുക്ക് ശബ്ദമുണ്ടാക്കാം, നമുക്ക് ചിരിക്കാം, കളിക്കാം എന്നുള്ള വലിയൊരു വ്യത്യാസം കൂടി ആ ഇടത്ത് ഉണ്ട് എന്നുള്ളതാണ്. ആ ഇടത്തിന് വേണ്ടിയിട്ട് സ്ഥലം കണ്ടെത്തുക അത് വലിയൊരു പ്രയാസമുള്ള കാര്യമായിരുന്നു. പക്ഷെ അതിലേക്ക് സുമിയുടെ ചെയർമാനുള്ള ആൾ എത്തുന്നത് വലിയൊരു സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അതിലേക്ക് എങ്ങനെയാണ് എത്തിയത്? കാരണം ഒരുപക്ഷെ ഇത്തരം സാമൂഹ്യ വിഷയങ്ങൾ ഇടപെടുന്ന മനുഷ്യർക്കൊക്കെ തന്നെ എത്തിപ്പെടാൻ പറ്റാത്തൊരു കാര്യം വലിയ നേട്ടത്തോടു കൂടി എത്തിയ ആളുകളാണ്. അപ്പം അതിലേക്ക് എങ്ങനെയാണ് എത്തിയത്? അതായത് ഇതൊരു വലിയ കടമ്പയായിരുന്നു. കാരണം ഞങ്ങളുടെ സനാഥാലയം തുടങ്ങുമ്പോൾ 1 രൂപ പോലും ആരുടെ കയ്യിൽ നിന്നും വാങ്ങാതെ ഞങ്ങളുടെ കയ്യിലുള്ള കാശ് കൊടുത്ത്, അതായത് ഞങ്ങളിപ്പോൾ ജോലി ചെയ്യുന്ന പ്രൊഫഷണൽസ് ആണ്, ഞങ്ങൾ ഒരു റേഡിയോയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ഞങ്ങളുടെ കയ്യിൽ ഞങ്ങൾ മിച്ചം വയ്ക്കുന്ന പൈസ, അല്ലെങ്കിൽ ഞങ്ങൾ പല വേദികളിൽ പോയി പരിപാടി അവതരിപ്പിക്കുന്ന, ഉദ്ഘാടനങ്ങൾക്ക് പോകുന്ന ആ പൈസയൊക്കെ ഒന്ന് മാറ്റി വെച്ച് തുടങ്ങുക എന്നുള്ള ലക്ഷ്യമായിരുന്നു. പക്ഷെ ഞങ്ങളുടെ കൂടെ ആ സമയത്ത് ഒരു 10-15ഓളം വരുന്ന അത്രയും ക്ലോസ് ആയിട്ടുള്ള കുറച്ച് മനുഷ്യർ, അവരുടെയും കൂടി ഒരു മാസത്തെ ശമ്പളം എന്നുള്ള രീതിയിൽ ഞങ്ങൾ തുടങ്ങുമായിരുന്നു. പക്ഷേ പുറത്തുനിന്നൊന്നും ഞങ്ങൾ ഡൊണേഷൻസ് എന്ന പേരിൽ വാങ്ങിയിട്ടില്ല. കാരണം ഞങ്ങൾ വേറെ പ്രൊഫഷണൽസ്, അത് തന്നെയാണ് കാരണം. പക്ഷെ പിന്നീട് അങ്ങോട്ട് നമുക്ക് നേരത്തെ നാദിറ സൂചിപ്പിച്ച പോലെ സ്വന്തം വീടല്ലാത്തത് കൊണ്ട് തന്നെ അയൽവക്കക്കാർക്ക് മൂക്കിലൂടെ ട്യൂബിട്ട് വായിലും അല്ലെങ്കിൽ കഴുത്തിലൊക്കെയും ട്രീറ്റ്മെൻറ്റിലൂടെ കടന്നു പോകുമ്പോൾ കറുത്ത പാടുകളില്ല, തൊലി ഇളകി വരുന്ന മനുഷ്യരെ കണ്ടപ്പോൾ എത്ര തന്നെ ക്യാൻസർ പേഷ്യൻസിനോട് സങ്കടം എന്ന് പറഞ്ഞാലും കരുണ എന്ന് പറഞ്ഞാലും അവരുടെ തൊട്ടടുത്ത വീട്ടിൽ അങ്ങനെയുള്ള ആൾക്കാരെ കാണുമ്പോൾ അവരുടെ സ്വഭാവം മാറുന്നത് ഞങ്ങൾ പതുക്കെ വേദനയോടെ കണ്ട ആൾക്കാരാണ്. അന്ന് ഞങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചൊരു കാര്യമാണ്, വാടക കെട്ടിടത്തിൽ പറ്റില്ല എന്നുള്ളത്. അതൊരു വലിയ കടമ്പ തന്നെയായിരുന്നു. അതിനുശേഷം ഞങ്ങളൊരു തീരുമാനം എടുത്തു, ഞങ്ങൾക്ക് സ്വന്തം ഇടം വേണം. അതിന് ഡൊണേഷൻസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരുപാട് പ്രിയപ്പെട്ടവരുടെ കയ്യിൽ പണം തന്നെ വേണ്ടി വരും. ഞങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടത്തില്ല എന്ന് നമുക്കറിയായിരുന്നു. അന്നന്നത്തെ നമുക്ക് വക ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് സാധിക്കുമായിരുന്നു. പക്ഷെ അതൊരു വലിയ സ്വന്തം ഇടത്തിലേക്ക്, വീടിലേക്ക്, അല്ലെങ്കിൽ ഒരു തറ മേടിക്കണം, മണ്ണ് മേടിക്കണം എന്നൊക്കെ പറയുന്ന വലിയൊരു കടമ്പയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ ഡിസിഷൻ എടുത്തു. പ്രിയപ്പെട്ടവരോട് ചോദിക്കാം, അങ്ങനെ ഒരു നാണവും ഇല്ലാതെ ഞങ്ങൾ കെഞ്ചുമായിരുന്നു ആളുകളോട്. പക്ഷേ കുറേ മനുഷ്യർ, പേരെടുത്ത് പറയണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അങ്ങനെ പറയാൻ ഞങ്ങൾക്ക് പല ഘട്ടത്തിലും അനുവാദം ഇല്ല. എങ്കിൽ പോലും ഞാൻ പറയുകയാണ്, അങ്ങനെയുള്ള ഒരുപാട് മനുഷ്യർ 1 രൂപയിൽ തുടങ്ങി കോടികൾ ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ സ്വന്തം സ്വപ്നത്തിലേക്ക് എത്താനായിട്ട് ഇപ്പോഴും അവരതിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുകയാണ്. ഞങ്ങളുടെ ലക്ഷ്യം 3,30,00,000 എന്നുള്ളതായിരുന്നു. അതൊരു ചെറിയ എമൗണ്ട് അല്ല നമ്മളെ ഒന്നും സംബന്ധിച്ച്. പക്ഷെ അതിലേക്ക് എത്താൻ സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് മനുഷ്യർ, സെലിബ്രിറ്റീസ് ഉൾപ്പെടെ, നമ്മുടെ ഹൃദയത്തോട് ചേർക്കുന്ന പലരും ഉൾപ്പെടെ അതിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും. അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ട് കുറേ മനുഷ്യരുടെ സഹായവും സ്നേഹവും ഒക്കെ ആ വീട്ടിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. സനാഥാലയം അവിടെ ഒതുങ്ങുന്നില്ല എന്നുകൂടി നമുക്ക് വ്യക്തമാണ്. കാരണം ശരീരത്തിന് ശാരീരിക പ്രശ്നങ്ങളുള്ളതുപോലെ മനസ്സിന് മാനസിക ബുദ്ധിമുട്ടുകൾ സംഭവിക്കാറുണ്ട്. അങ്ങനത്തെ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ് ഞാനും സുമി അടക്കമുള്ള എല്ലാ മനുഷ്യരും. അപ്പം അത്തരം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് കൂടി ഒരു ഇടം കണ്ടെത്തിയ ആളാണ് സുമി. അപ്പം അതും കൂടി നമ്മളെ പ്രേക്ഷകരെ അത് പരിചയപ്പെടുത്താമോ?
അല്ല, ഞാൻ പറയുന്നത് സനാഥാലയം സുമി മാത്രമല്ല കേട്ടോ. എനിക്ക് ഒരിക്കലും ഞാൻ മാത്രം എന്ന് പറയുന്നത് എനിക്ക് ആ വാക്ക് പോലും ഇഷ്ടമല്ല. ഞങ്ങൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഞങ്ങളുടെ ചെയർമാനും കൂടെ ആയിട്ടുള്ള കിടിലം ഫിറോസ് അദ്ദേഹത്തിനെയാണ്. സുമി അങ്ങനെ ഒരിക്കലും ഒരു നാണയത്തിന് രണ്ട് വശങ്ങളുണ്ടെങ്കിൽ അതൊന്ന് സുമി, മറ്റൊന്ന് ആർജെ ഫിറോസിക്ക്. തീർച്ചയായിട്ടും അപ്പൊ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ കാണുന്ന എല്ലാ മനുഷ്യർക്കും വളരെ വ്യക്തമാണ്. അതെ, അദ്ദേഹത്തിന്റെ പേര് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ആശയങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെതാണെന്നുള്ളത് ഞാൻ ഇന്നും അടിയുറച്ച് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന ഒരു കാര്യമാണ്. കാരണം പുതിയ ആശയങ്ങൾ മറ്റുള്ളവർക്ക് സഹായകമാകുന്ന തരത്തിൽ ചിന്തകളിൽ ഇങ്ങനെ വരും. അദ്ദേഹം ചിന്തിക്കുമ്പോൾ എനിക്കത് തുറന്നു പറയാനും പറ്റും. അതായത് ഞങ്ങളുടെ അങ്ങനെ ചിന്തകൾ അത്രയും മാത്രം ഒരുമിച്ച് പോകുന്നതാണ് എന്നുള്ളത് വലിയ അനുഗ്രഹമായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ ഞങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ഒരുപാട് നല്ല മനുഷ്യർ, ബിഗ് ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ, അത് പ്രളയത്തിനായാലും ഒരുപാട് ഞാൻ പറഞ്ഞു തുടങ്ങി, ഒരുപാട് പറയാനുണ്ട്, അതുകൊണ്ട് പറയുന്നില്ല. എല്ലാവരും ബിഗ് ഫ്രണ്ട്സ് ആവട്ടെ, ഞങ്ങളുടെ ഈ ഒരു ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ നമുക്ക് തന്ന ഓരോ രൂപയിലും ആൽമരം എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ ഞങ്ങൾ ഉണ്ടാക്കി. അങ്ങനെ ആൽമരം കൂട്ടായ്മ. അപ്പോൾ ഇവരൊക്കെയും ചേർന്ന് നിൽക്കുന്ന ഒരു വലിയ ഒരു പ്രസ്ഥാനമായിട്ട് ഇപ്പോൾ സനാഥാലയം മാറി നിൽക്കുകയാണ്. അവിടെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരുപാട് കാര്യങ്ങളുണ്ട് നദ്ര. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പ്രോജക്റ്റുകൾ അടങ്ങിയതാണ് സനാഥാലയം. അവിടെ ഒരു ക്യാൻസർ പേഷ്യൻ്റ് വരുമ്പോൾ അവർക്കൊരു താമസ സൗകര്യം ഒരുക്കുക, അവർക്കൊരു ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതല്ല, അവർക്ക് വൈഫൈ ആവട്ടെ, അവിടെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ള നിറയെ സ്ഥലമാവട്ടെ. ഞങ്ങളൊരു കിളി വീട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്ത് കുഞ്ഞുങ്ങൾക്ക്, ഏവിയറിയാണ്, കുഞ്ഞുങ്ങൾക്ക് അതിനകത്ത് കയറി നിന്ന് കിളികളെ കയ്യിലെടുത്ത് താലോലിക്കാൻ പറ്റുന്നത് പോലെ. അത് വീൽ ചെയർ ഫ്രണ്ട്ലിയും കൂടിയാണ്. അതുപോലെ തന്നെ പല ഘട്ടത്തിലും അവിടെ വരുന്ന പ്രിയപ്പെട്ടവരെ ഉപേക്ഷിക്കപ്പെട്ടു പോയ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മകനെയും ഭാര്യയും കൊണ്ട് അവിടെ ഏൽപ്പിച്ചിട്ട് മകൻ ഈ ഒരു അവസ്ഥയാണ് എന്ന് കണ്ടപ്പോൾ അവിടെ കൊണ്ട് നിർത്തിയിട്ട് ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോയ, ഉപേക്ഷിച്ച് പോയൊരു അച്ഛനുണ്ട്. അപ്പോൾ അത്തരം ഘട്ടങ്ങളിൽ അവർക്ക് വേണ്ട സഹായം കൊടുക്കാനായിട്ട് ഞങ്ങളുടെ സ്പർശം എന്ന് പറയുന്നൊരു പ്രോജക്റ്റ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ അനേകായിരം, അതിൻ്റെയൊക്കെ ഒരു വലിയ ഒരു രൂപം നിങ്ങൾക്ക് എന്തായാലും മാർച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ പ്രസ്ഥാനം സ്വന്തം ഇടത്തിലേക്ക് വരുമ്പോൾ കാണാനാകും. എവിടെയും കണ്ടിട്ടില്ലാത്ത, ഒരിടത്തും കണ്ടിട്ടില്ലാത്ത അത്രയും മാത്രം സ്നേഹമുള്ള ഒരിടമായിരിക്കും സനാഥാലയം എന്ന് പ്രോമിസ് ചെയ്യുന്നു. കാരണം ഒന്നുകൂടി ഒരു കാരണം കൂടി ഉണ്ട് അതിന്, വേറൊന്നുമല്ല. പലപ്പോഴും ഇവർ പലയിടങ്ങളിൽ പോകുമ്പോഴും അവരാ ഇരുട്ടുള്ള മുറികളിൽ ഒഴിഞ്ഞുകൂടാൻ അല്ലെങ്കിൽ കഴിഞ്ഞുകൂടാൻ ആഗ്രഹിക്കുന്നവരാണ്. ഒരിക്കലുമല്ല. അവർക്ക് ഇനിയുള്ള എത്ര ദിവസങ്ങളാണ് മുന്നോട്ടെങ്കിലും വെള്ളക്കൊട്ടാരം ഞങ്ങൾ സമ്മാനിക്കുന്നതിൻ്റെ പിന്നിൽ അത്രയും സന്തോഷത്തോടെ, സമാധാനത്തോടെ, അസുഖത്തിൽ നിന്ന് മനസാന്നിധ്യം കൊണ്ട് അവർ മുന്നോട്ട് വരണം എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം. അതാണ് സനാഥാലയം. തീർച്ചയായിട്ടും സനാഥാലയം ഒരിക്കലും ഒരിടത്ത് ഒതുങ്ങുന്നില്ല എന്നുള്ള സന്തോഷം കൂടി പങ്കുവയ്ക്കുകയാണ്. കാരണം ഇവിടുത്തെ സമൂഹത്തിലെ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ഇല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെട്ട മനുഷ്യരുടെ ഒക്കെ തന്നെ വലിയൊരു ഇടമായിട്ട് അത് മാറട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇതൊക്കെ പറയുമ്പോഴും സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ വളരെ കൃത്യമായി തന്നെ സാധിക്കുന്ന ഒരു വ്യക്തിയാണ് ആർജെ സുമി. കാരണം ആർജെ സുമിയുടെ പ്രൊഫൈൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സമകാലിക സാമൂഹ്യ വിഷയങ്ങളിലൊക്കെ തന്നെ വളരെ കൃത്യമായ അഭിപ്രായം പറയുന്ന ആൾ കൂടിയാണ്. എടുത്തു പറയേണ്ടത് ആർജെ കൂടെ ആയതുകൊണ്ട് തന്നെ വലിയൊരു അഭിപ്രായത്തിനൊരു സ്പേസ് കൂടി അവിടെ ലഭിക്കാറുണ്ട് എന്നുള്ളതാണ്. സാമൂഹ്യ വിഷയങ്ങൾ ഇടപെടുന്ന സമയത്തോ ഇല്ല അല്ലാതിരിക്കുന്ന സമയങ്ങളിലൊക്കെ തന്നെ സൈബർ ഇടത്ത് വലിയ രീതിയിൽ ആക്രമിക്കപ്പെടുന്ന ഒരു കൂട്ടം മനുഷ്യരുണ്ട്. തൻ്റെതല്ലാത്ത കാരണത്താൽ താൻ പറഞ്ഞ അഭിപ്രായത്തിലൊക്കെ തന്നെ വലിയ വ്യത്യസ്തമായ അഭിപ്രായമുള്ള മനുഷ്യരൊക്കെ തന്നെ നമ്മൾ ആക്രമിക്കാറുണ്ട്. അത്തരം ആക്രമണങ്ങളെ നമുക്ക് വളരെ പോസിറ്റീവായിട്ട് കാണാനും സാധിക്കില്ല. കാരണം കാലം മുന്നോട്ട് പോകുന്ന സമയത്തൊക്കെ തന്നെ ഇതിൻ്റെ തോത് വലിയ രീതിയിൽ കൂടുകയാണ്. കാരണം നമ്മൾ അടുത്ത സുഹൃത്തുക്കളടക്കമുള്ള ആൾക്കാർ ഒരു പക്ഷേ ഇത്തരം ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന സമയത്ത് ആത്മഹത്യയോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഒരു ക്രൈമിലൊക്കെ അവർ ചിന്തിക്കേണ്ടി വരുന്നത് ഈ സൈബർ ഇടത്തുള്ള ആക്രമണം ആയിരിക്കാം. എങ്ങനെയാണ് സുമിക്ക് ഇത്തരം സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ആക്രമണങ്ങളെ നേരിടാൻ സാധിക്കുന്നത്? വർഷങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിൽ അക്കൗണ്ട് തുടങ്ങുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ എല്ലാവരും അവരവരുടെ കാര്യം പറയുന്ന പോലെ ഞാനും പറയും, ഒരുപാട് ബുള്ളിങ് അല്ലെങ്കിൽ ഒരുപാട് ഇൻബോക്സിൽ മെസ്സേജുകൾ വളരെ വൾഗറായിട്ടൊക്കെയും കിട്ടിക്കൊണ്ടിരുന്ന, സങ്കടത്തോടെ തന്നെ പറയട്ടെ, അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു ഞാനും. ഇന്നെന്തൊക്കെയോ ഭാഗ്യം കൊണ്ട് എനിക്ക് അങ്ങനെയുള്ള ഒരു മെസ്സേജുകളും വരാറില്ല. പക്ഷേ എങ്കിലും ഒരുപാട് പെൺകുട്ടികൾ ഇത്തരത്തിലുള്ള സൈബർ ബുള്ളിങ്ങിലൂടെ കടന്നു പോകുന്നത്, ഞാനൊരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് കൂടിയാണ്, എന്നിലേക്ക് വരാറുണ്ട്. അവരൊരു സമാധാനത്തിന്, ഒരു ആശ്വാസത്തിനൊക്കെ വന്ന് എന്നിലേക്ക് വരാറുണ്ട്. അത് ഒരുപക്ഷെ പുറത്ത് പറയാൻ അവർ മടിക്കും. നമ്മൾ ആ ഇടം അവർക്ക് സംസാരിക്കാനായി കൊടുത്തില്ലായിരുന്നു എങ്കിൽ ഒരുപക്ഷെ പിന്നീട് നമ്മൾ കേൾക്കുന്ന ഒരു വാർത്തയായിട്ട് മാത്രമായിരിക്കും. അത്തരം ഇടങ്ങളിൽ ഇടപെടാൻ സാധിച്ചതുകൊണ്ടും എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയട്ടെ, ഈ സൈബർ ഇടങ്ങളിൽ ഇപ്പം നേരത്തെയൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ളതാണ്, പക്ഷെ അത് യാഥാർത്ഥ്യമായതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നു. പണിയില്ലാത്തവരെന്ന് ഞാൻ പറയുന്നില്ല, ഒരുപാട് സമയമുള്ളവരാണ് അവരുടെ സമയം ചിലവഴിച്ചുകൊണ്ട് മറ്റുള്ളവരെ ബുള്ളിയും ചെയ്യാനായിട്ട് വിനിയോഗിക്കുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് അവർക്ക് നമ്മളുടെ അടുത്ത് എത്താൻ സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ അത്രയും ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ എത്രയോ അവരെക്കാളും ഉയർന്നു നിൽക്കുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ നമ്മൾ വളരെ സന്തോഷത്തോടെയുള്ള പോസ്റ്റുകളും ഫോട്ടോസും ഒക്കെ ഇടുന്നത് കൊണ്ടോ എന്തൊക്കെയോ അവരെ അലോസരപ്പെടുത്തുന്നുണ്ട്. അവരുടെ ആ ഒരു അസഹിഷ്ണുതയാണ് അവരുടെ ഒരു അഭിപ്രായമായിട്ട്
നമ്മുടെയൊക്കെ കമന്റ് ബോക്സിൽ വരുന്നത്. തീർച്ചയായിട്ടും ഈ അവസരത്തിൽ മുന്നേ ഒരു പ്രശസ്തമായുള്ള ഒരു നടി പറഞ്ഞ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. അവർക്ക് ഇത്തരം ഒരു ചോദ്യം നേരിടേണ്ടി വരുന്ന സമയത്ത് സൈബർ ബുള്ളിങ്ങിനെ എങ്ങനെ നേരിടുന്നു എന്ന് പറഞ്ഞ ഒരു മറുപടി പറഞ്ഞിരുന്നു. അത് വലിയ രീതിയിൽ എനിക്കൊരു ഇൻസ്പിറേഷൻ ഉണ്ടായതുകൊണ്ട് നമ്മുടെ പ്രേക്ഷകർക്ക് അതൊന്ന് പങ്കുവയ്ക്കാം. ആരാണ് സൈബർ ബുള്ളിങ് ചെയ്യുന്നത്? ആരാണ് നമുക്കെതിരെ കമന്റ് ഇടുന്നത്? ഇവിടുത്തെ സൈക്കാട്രിസ്റ്റുകളോ ഇല്ല ഇവിടുത്തെ സൈക്കോളജിസ്റ്റുകളോ ഇല്ലെങ്കിൽ ഇവിടുത്തെ ഡോക്ടേഴ്സോ എഴുത്തുകാരോ ഇല്ലെങ്കിൽ സാമൂഹ്യ വിഷയങ്ങളിൽ ഒക്കെ തന്നെ പ്രതികരിക്കുന്ന മനുഷ്യരോ അല്ല, ഇല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളോ സ്നേഹിതരോ സുഹൃത്തുക്കളോ അല്ല. നേരെ മറിച്ച് ഒരു തൊഴിലും ഇല്ലാതെ വെറുതെ ഇരിക്കുന്ന, എന്നാൽ മറ്റുള്ളവരുടെ ലൈഫിലേക്ക് എത്തി നോക്കാം എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് മനുഷ്യർ, പണിയില്ലാത്ത മനുഷ്യരെന്ന് എടുത്ത് ഞാൻ പറയും. കാരണം അത്തരം ബുള്ളിങ് ഒന്നും ഒരു തരത്തിലും സുഖമുള്ള കാര്യമല്ല ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് സൈബറടുത്ത് ആക്രമിക്കുന്ന മനുഷ്യർ ഒന്ന് ചിന്തിക്കുക, ഇതൊന്നും നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ആരും കണ്ടില്ല എന്നടിച്ചാൽ നിങ്ങൾക്ക് അവിടെ ഒരു വാല്യൂ കിട്ടുന്നില്ല, നിങ്ങളുടെ സമയം പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സൈബർ അറ്റാക്കിനെ ഇനി സൈബർ അറ്റാക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യരോടൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളത്, നമുക്കിതിനെ ഒന്നെങ്കിൽ അവോയ്ഡ് ചെയ്യാൻ സാധിക്കട്ടെ, ഇല്ലെങ്കിൽ നമുക്കിതിനെതിരെ പ്രതികരിക്കാനും കൂടി സാധിക്കട്ടെ. കാരണം ഇവിടെ നമുക്കൊരു വലിയൊരു നിയമവ്യവസ്ഥ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമ്മളൊരു സൈബർ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് നിയമപരമായിട്ട് പോരാടാൻ ആഗ്രഹിച്ചാൽ നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടും ഒരു വലിയൊരു പരിമിതി ആ വിഷയത്തിലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ഇവിടെ ഒരു പ്രശ്നത്തെ ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് 14 ദിവസത്തോളം എടുക്കും അതിൻ്റെ ഒരു റിപ്ലൈ കിട്ടാനായിട്ട്. കാരണം മെറ്റയ്ക്ക് ഇത് അയച്ച് അത് അവിടെ നിന്ന് ഒരു റിപ്ലൈ തന്നിട്ടൊക്കെ ആയിരിക്കും സൈബർ അടുത്ത് ഒരു പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കമൻറ്റ് നീക്കാനായിട്ട് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരാളെ പിടിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നടക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ ഒരു സാധ്യത നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കട്ടെ എന്നൊക്കെ ആഗ്രഹിക്കും. പക്ഷേ നാദിറ, അതിനിടയിൽ ഞാനൊന്ന് ആഡ് ചെയ്യട്ടെ. ഇത്രയും സമയം എടുക്കുമെന്ന് പറയുമ്പോൾ സൈബർ ഇടത്തിലേക്ക് എനിക്ക് ബുള്ളിങ് ഉണ്ടായപ്പോൾ അല്ലെങ്കിൽ എനിക്ക് ഒരു മോശം ഇൻബോക്സിൽ നിറയെ മെസ്സേജുകൾ വന്ന സമയത്ത് കൃത്യമായി ഞാൻ പരാതി കൊടുക്കുകയും അത് കൃത്യമായി ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് നടപടി ഉണ്ടാക്കി തന്ന നമ്മുടെ സൈബർ പോലീസുകാരുണ്ട്. അവർ ഈ സമയത്ത് വീഡിയോ ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിൽ കണ്ട മനുഷ്യർക്കൊക്കെ അറിയായിരിക്കും. അതെങ്ങനെയാണ് വളരെ പെട്ടെന്നായിരുന്നു ഒരു പ്രതികരണം സംഭവിച്ചത്. കാരണം ആർജെ സുമിക്കെതിരെ ഒരു കമന്റ് ഇടുകയും അല്ലെങ്കിൽ അത്തരം ഒരു മെസ്സേജ് അയക്കുന്ന ഒരു വ്യക്തിനെ ഒരാഴ്ചക്കുള്ളിൽ പിടിക്കുകയും ആ ആഴ്ചയ്ക്ക് ശേഷം സുമി തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചൊരു വീഡിയോ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു. അതൊന്ന് പറയാമോ? സൈബർ ലോകത്ത് നിന്ന് തന്നെയാണ്, ഞാൻ അവിടെ നിന്ന് തന്നെയാണ് വീഡിയോ എടുത്തിട്ടത്. പക്ഷെ ഒരുപാട് വിമർശനങ്ങൾ ഞാൻ കേൾക്കേണ്ടി വന്നത് ഇത്രയും കാലം എന്തുകൊണ്ട് മിണ്ടിയില്ല എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ ഒക്കെ പേജുകൾ നോക്കുന്ന വേറെയും കുട്ടികളുണ്ട്. നമുക്ക് ചിലപ്പോൾ എല്ലാവർക്കും മെസ്സേജിന് തിരിച്ച് റിപ്ലൈ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ തൽക്കാലത്തേക്ക് നമ്മുടെ അനുജന്മാർക്കൊക്കെ അഡ്മിൻഷിപ്പ് കൊടുത്തിട്ട് നോക്കാറുണ്ട്. അപ്പം ഞാനിത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല, ഇവരിത് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് കുറേ ഞാൻ വിട്ട് കളയുക, ഇഗ്നോർ ചെയ്യുക എന്നേ പറഞ്ഞിരുന്നുള്ളൂ. പക്ഷേ ഇത് വീണ്ടും കൂടിക്കൂടി വരികയും വർണ്ണനകളാണ്. എന്നിട്ട് വയലാറിനെ കുറ്റപ്പെടുത്തുന്നു. വയലാർ എഴുതിയത് ജയചന്ദ്രൻ പാടിയതാണ് ഞാൻ അയച്ച വരികൾ എന്നൊക്കെ പറഞ്ഞു. അതൊന്നും ഒരിക്കലും എനിക്ക് റിപ്പീറ്റ് ചെയ്ത് പറയാനോ ഓർക്കാനോ പറ്റുന്ന കാര്യങ്ങളല്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഇത് കംപ്ലീറ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ പേരും ഡീറ്റെയിലും എല്ലാം, പേര് ഇൻ ദ സെൻസ് അതിൽ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽ എല്ലാം വെച്ചിട്ട് സൈബർ സെല്ലിന് ഞാൻ മെയിലാണ് ചെയ്തത്. ഞാൻ നേരിട്ട് പോയിട്ടല്ല കംപ്ലയിൻറ്റ് കൊടുത്തത്, മെയിൽ ചെയ്തു. മെയിൽ ചെയ്തതിന് ശേഷം അവർ കൃത്യമായി എന്നെ 2 ദിവസങ്ങൾക്കുള്ളിൽ തിരിച്ചു വിളിക്കുന്നു. എന്നിട്ട് കാര്യങ്ങളിൽ അവർ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുന്നു, വരാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നു. ഞാൻ വരാൻ എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് പറയുന്നു. പക്ഷേ എങ്കിലും ഇവർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്, നോക്കാം നമുക്ക് പിടിക്കാൻ പറ്റുമോ എന്ന് നോക്കാമെന്ന് പറയുന്നു. പക്ഷേ എനിക്ക് കൃത്യമായി ഒരാഴ്ചയ്ക്കുള്ളിൽ ഇദ്ദേഹം വയനാടുള്ള 73 വയസ്സുകാരനായിട്ടുള്ള ആരോഗ്യ ദൃഢഗാത്രനായിട്ടുള്ള ഒരു മനുഷ്യനാണ് എന്ന് പറഞ്ഞു. നാളെ വിളിപ്പിച്ചിട്ടുണ്ട്, നാളെ ഇന്ന സമയത്ത് വരണമെന്ന് പറഞ്ഞ് അദ്ദേഹം വന്ന സമയത്ത് എന്നെയും വിളിപ്പിക്കുന്നു. 2 പേരും നേരിട്ട് കാണുന്നു. സത്യം പറഞ്ഞാൽ ആ സമയത്ത് നിങ്ങൾക്കൊക്കെ തോന്നുന്ന അതേ വികാരമാണ്, അടി കൊടുക്കാനാണ് തോന്നുന്നത്. പക്ഷെ പ്രായം 2 അറ്റാക്ക് കഴിഞ്ഞ മനുഷ്യനും കൂടിയാണ്. അടി കൊടുക്കാൻ പറ്റുമോ? പോലീസുകാരെല്ലാവരും പറഞ്ഞു അടി കൊടുക്കാം, റെഡിയാണ്. ഇവന് വേണ്ട സാർ, എന്തിനാണ്? അപ്പോൾ ചോദിച്ചപ്പോഴാണ് ഈ പറയുന്നത് വയലാറിനെയും ജയചന്ദ്രനെയും ഒക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ട്. അതാണ് ഞാൻ അയച്ചത്. ഒരുപക്ഷെ വയലാറിന്റെ ആ വരികളൊന്നും നമ്മൾ കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല, ഒരു കവിത എഴുതായിട്ട് നമ്മുടെ പരിചയത്തിലൊന്നും ഇല്ല എന്നുള്ളത്. പക്ഷെ റിയാക്ട് ചെയ്യണം. ഞാൻ പറയുന്നത് കൃത്യമായ സമയത്ത് നിങ്ങളിപ്പോ നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി സൈബർ ഇടങ്ങളിൽ പോയി നമ്മൾ എങ്ങനെ പരാതി കൊടുക്കും, നമുക്കതിന് നീതി കിട്ടുമോ എന്ന് ചിന്തിച്ചിരിക്കരുത്. ഞാൻ എത്രയോ പേർക്ക് ഞാൻ അതിന്റെ മെയിൽ ഐ ഡി കാര്യങ്ങളെല്ലാം ഫോർവേഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നറിയോ, ഈവൻ സെലിബ്രിറ്റീസിന് ഉൾപ്പെടെ. അതുകൊണ്ട് പറയാണ്, കൃത്യമായി അതിന്റെ മെയിൽ ഐ ഡീസ് എടുത്ത് നിങ്ങൾ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ നിങ്ങൾ പരാതി സമർപ്പിച്ചാൽ നിങ്ങൾക്ക് ഒരു ഫോൺ കോൾ എത്തും, നിങ്ങൾക്ക് ആശ്വാസമാകുന്ന തരത്തിൽ അത് കണ്ടുപിടിക്കപ്പെടും. തീർച്ചയായിട്ടും ഇത് കാണുന്ന പ്രേക്ഷകരൊക്കെ മനസ്സിലാക്കേണ്ടത് സൈബർ ഇടത്ത് നമ്മൾ അറ്റാക്ക് ചെയ്യാതിരിക്കട്ടെ എന്നുള്ള വലിയൊരു ക്യാമ്പയിൻ ഈ വിഷയത്തിലൂടെ നടന്നു പോകട്ടെ എന്നുള്ളതാണ്. നമ്മളിതൊക്കെ പറയുമ്പോഴും നമ്മൾ വളരെ സമകാലികമായിട്ടുള്ള ഒരു വിഷയം കൂടി കൈകാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നമ്മൾ വളരെ റീസെൻ്റ്ലി ആയിട്ട് ട്രോളുകളിലൂടെയാണ് ഒരു പക്ഷേ മലയാളി പ്രേക്ഷകരൊക്കെ തന്നെ അത് ഏറ്റെടുത്തിട്ടുള്ളത്. കേരള സ്റ്റോറീസ് എന്ന് പറയുന്ന 2ാം പതിപ്പ് അതിൻ്റെ ഒരു റിലീസ് ഉടനെ സാധ്യമാണ് എന്നുള്ളതാണ്. അതിനകത്ത് ബീഫ് കഴിക്കാത്ത ഒരു മുസ്ലിം അല്ലാത്തൊരു സ്ത്രീയുടെ വായിലേക്ക് ബീഫ് കുത്തി കയറ്റി വെച്ച് കൊടുക്കുന്ന ഒരു ദൃശ്യം നമ്മൾ ട്രെയിലറിലൂടെ കണ്ടു എന്നുള്ളതാണ്. കേരളത്തിനകത്ത് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റപ്പെട്ട സംഭവം പോലും നടന്നിട്ടില്ല എന്ന് നമുക്ക് എടുത്തു പറയേണ്ടി വരും. കാരണം അങ്ങനത്തെ ഒരു പ്രശ്നമോ അങ്ങനത്തെ
അങ്ങനത്തെ ഒരു വിഷയമോ നാളിതുവരെ നമ്മൾ ഒരിടത്തും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ഒരു പക്ഷേ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ ഒരു ഊഹം മാത്രം പറയാനേ സാധിക്കത്തുള്ളൂ. പക്ഷെ സംഭവിച്ചിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പം അത്തരം ഒരു ഇടത്തേക്ക്, പ്രത്യേകിച്ച് മതേതരപരമായിട്ട് ജീവിക്കുന്ന എല്ലാ മതങ്ങളെയും കൃത്യമായി തന്നെ അംഗീകരിച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് ഒത്തൊരുമയോടുകൂടി പോകുന്ന ഇന്ത്യയിലെ മാതൃകാപരമായൊരു സംസ്ഥാനത്തിരുന്നുകൊണ്ട് നമ്മളിത് കാണേണ്ടി വരുമ്പോൾ വലിയൊരു ബുദ്ധിമുട്ടാണ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നത്. പക്ഷേ അതിന് ട്രോളിൽ എത്തുന്ന സമയത്തൊക്കെ തന്നെ ഇവിടെ ബീഫിന് വേണ്ടി അടി ഉണ്ടാക്കുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളായിരിക്കും നമുക്ക് ചുറ്റുമൊക്കെ ഉണ്ടാകുന്നത്. ഞാനൊക്കെ വളരെ ആസ്വദിച്ച് കഴിക്കാൻ ആഗ്രഹിക്കുന്നതും ബീഫും പൊറോട്ടയുടെ കോംബോ ഒക്കെ ആയിരിക്കും. പഴംപൊരി വിട്ടുപോരുത്. തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു ട്രെൻഡ് കൂടി ഇപ്പോൾ നടന്നിട്ടുണ്ടെന്നുള്ളതാണ്. പഴംപൊരിയുടെ കൂടെ ബീഫ് കഴിക്കാം എന്നുള്ള ഒരു പുതിയ ആശയം കൂടി മുന്നോട്ട് വെച്ചത് കേരളത്തിനകത്താണെന്നുള്ളത് നമ്മൾ ചൂണ്ടിക്കാണിക്കണം. പക്ഷെ എന്തുകൊണ്ടാണ് കേരള സ്റ്റോറീസ് പോലുള്ള സിനിമകളൊക്കെ ഇവിടേക്ക് ഇത് ഇറക്കുന്ന സമയത്ത് ഇവിടുത്തെ മനുഷ്യർക്കിടയിലേക്ക് ഒരു ഭിന്നത സൃഷ്ടിക്കാനാണോ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ താല്പര്യം ഈ വിഷയത്തിന് പിറകിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർജി സുമിക്ക് എന്താ പറയാനുള്ളത്? ആരെന്തുദ്ദേശിച്ചാലും അത് നടക്കില്ല. തീർച്ചയായിട്ടും അത് മാത്രമേ പറയാനുള്ളൂ. കാരണം ഇത്രമാത്രം ഭക്ഷണത്തെ സ്നേഹിക്കുന്ന മറ്റൊരു ജനതയുണ്ടോ എന്ന് ചോദിച്ചാൽ സത്യമായിട്ടുണ്ടാവില്ല. എല്ലാ ഭക്ഷണത്തിനും അതിൻ്റെതായിട്ടുള്ള മാന്യത കൊടുത്ത്, അതിൻ്റെതായിട്ടുള്ള ഇഷ്ടത്തോടെ, അതിൻ്റെതായിട്ടുള്ള ചിലപ്പോൾ നമ്മൾ വിയേർഡായിട്ടുള്ള ഒരുപാട് കോമ്പിനേഷൻസ് പോലും പരീക്ഷിക്കുന്ന ആൾക്കാരാണ്. നമുക്കത് ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ നമ്മൾ പരീക്ഷിച്ച് ഗോദ സിനിമയിലൊക്കെ വന്ന ആ കോമ്പിനേഷൻ ഇന്നും അത് ആലോചിക്കുമ്പോൾ നാവിൽ വെള്ളം വരാത്ത മലയാളികളുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതുകൊണ്ട് സന്തോഷ് പണ്ഡിറ്റ് ചോദിച്ചതുപോലെ പലർക്കും ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ള രീതിയിൽ ഈ സിനിമയെക്കുറിച്ച് 10 പേര് സംസാരിക്കണം. ഇതായിരുന്നു ഇതിന്റെ ഉദ്ദേശം എനിക്ക് തോന്നുന്നു. അല്ലാതെ അങ്ങനെ ഒരു സാധ്യത കൂടിയുണ്ട്. ഈ സിനിമ 10 പേര് സംസാരിക്കുമ്പോൾ 10 പേര് ഒന്ന് എത്തി നോക്കാനായിട്ട് ശ്രമിക്കണം. അപ്പൊ സിനിമകൾ കുറച്ചും കൂടി അത് ഒരു അവരൊരു സെൻസർ ഇപ്പൊ എല്ലാവരും ഉദ്ദേശിക്കുന്ന കുപ്രസിദ്ധിയിലൂടെ അല്ലെങ്കിൽ പ്രസിദ്ധിയിലൂടെ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ചെന്ന് ജനങ്ങളിലേക്ക് ഹിറ്റ് ചെയ്യുക എന്നുള്ളതല്ലോ. ഇൻഡയറക്ട്ലി എങ്ങനെ പറ്റും? അവിടുത്തെ സംഘാടകർക്ക് ഒരു ചെറിയ തെറ്റ് പറ്റി എന്നുള്ളതാണ്. ആ സിനിമ എന്തായാലും കാണാൻ സാധ്യതയുള്ള മനുഷ്യർ കേരളത്തിനകത്തുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ ചുരുക്കമായിരിക്കും. അതും അതിനകത്ത് വിമർശിക്കാൻ വേണ്ടി കാണുന്ന മനുഷ്യരായിരിക്കും കൂടുതലുണ്ടാവും. തീർച്ചയായിട്ടും. അതുകൊണ്ട് ഞങ്ങളെ ഭിന്നിപ്പിച്ചിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് ആരും വിചാരിക്കണം, നടക്കില്ല. തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു ഒത്തൊരുമയോട് കൂടി തന്നെ പോകാൻ ആഗ്രഹിക്കുന്ന എല്ലാ മതങ്ങളെയും ഒരുപോലെ അംഗീകരിക്കുന്ന മനുഷ്യർ തന്നെയാണ്. അതിൽ വലിയ അഭിമാനമാണ് കേരളത്തിനകത്ത് താമസിക്കുന്ന സമയത്ത്. പക്ഷേ നിങ്ങൾ ചിന്തിക്കുക, ബീഫിനോട് ഭയങ്കര ഡിമാൻഡ് ആണെന്നുള്ളതാണ്. ബീഫിന് ഡിമാൻഡ് കൂടി ആക്ച്വലി അല്ലേ. ഇതിനെക്കുറിച്ച് സംസാരിച്ച് ഒത്തിരി ഇടങ്ങളിൽ ഇതിനെക്കുറിച്ചും അല്ലെങ്കിൽ ബീഫിന്റെ കുറെ വിഭവങ്ങളെ കുറിച്ചും ഒക്കെ എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉറപ്പായിട്ടും. ഓക്കെ, നമ്മൾ ഇനി മറ്റൊരു വിഷയത്തിലേക്ക് കടക്കുന്ന സമയത്ത് ഇവിടെ നേരത്തെ നമ്മുടെ ഒരു പക്ഷേ ദീപക് എന്ന് പറയുന്ന സുഹൃത്ത് ആത്മഹത്യ ചെയ്യുകയുണ്ടായി. പക്ഷെ അതിനുശേഷം ആ ദീപകിന്റെ വിഷയത്തിൽ ഓപ്പോസിറ്റ് നിന്ന് ഷിഞ്ചിതയെ അംഗീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടൊക്കെ തന്നെ സംസാരിച്ചിരുന്ന ശ്രീലക്ഷ്മി അറക്കൽ കഴിഞ്ഞ വട്ടം ന്യൂസ് 3യുടെ ഒരു അതിഥിയായിരുന്നു. ഒരു പക്ഷേ ആ വ്യക്തിക്ക് തൻ്റെ വിഷമം കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇറക്കേണ്ട സമയത്ത് അവിടെയൊക്കെ തന്നെ വലിയ രീതിയിൽ ആക്രമിക്കപ്പെടുകയുണ്ടായി. അങ്ങനെ പ്രതികരിക്കുന്ന സ്ത്രീകളോ അല്ലെങ്കിൽ പ്രതികരിക്കുന്ന മനുഷ്യരെയൊക്കെ തന്നെ ഒറ്റുതിരിഞ്ഞ് ആക്രമിക്കാനായിട്ട് ഒരു കൂട്ടം ആളുകൾ തയ്യാറെടുത്തുകൊണ്ട് ഇപ്പം വരുന്നതായിട്ട് നമുക്ക് കാണാനും സാധിക്കാറുണ്ട്. അതിൽ എടുത്തു പറഞ്ഞ ഒരു വിഷയം എന്നുള്ളത്, കഴിഞ്ഞ ദിവസം ലയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി തൻ്റെ ശാരീരിക അവസ്ഥയോ അല്ലെങ്കിൽ തൻ്റെ ഏതെങ്കിലും ഒരു തരത്തിലും ആ വ്യക്തിയുടെ പ്രൊവോക്കിംഗ് ഇല്ലാതെ ഒരു കൂട്ടം ആളുകൾ ആക്രമിക്കുകയും അതിനുശേഷം ഒരു സൈബർ ക്യാമ്പയിനൊക്കെ നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഇത്തരം വിഷയങ്ങളിലൊക്കെ നമുക്ക് എവിടെയാണ് തെറ്റുപറ്റിയത്? നമ്മൾ കുട്ടികളുടെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുന്നതാണോ അത് പ്രശ്നം പറ്റിയത്? അത് അല്ലെങ്കിൽ ആരെയും എന്തും പറയാനുള്ള ധൈര്യം നമുക്കുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു ഫ്രീഡം ഓഫ് എക്സ്പ്രഷനും സ്പീച്ചൊക്കെ ഇവിടെ ഉണ്ട് എന്നുള്ളതാണോ ഇവരുടെ ധൈര്യം? ഫ്രീഡം ഓഫ് എക്സ്പ്രസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ, അഭിപ്രായങ്ങൾ പറയാനായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടാക്കുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ 3 കാര്യങ്ങളാണ് ചിന്തിക്കാറുള്ളത്. ഒരു വ്യക്തി ഒരു കാര്യം പറയാൻ തുടങ്ങുമ്പോൾ 3 കാര്യങ്ങൾ ചിന്തിക്കണം. ഒന്ന്, പറയാനിരിക്കുന്ന കാര്യം എനിക്ക് നല്ലതാണോ? ഞാനിനി പറയാനിരിക്കുന്ന കാര്യം കേൾക്കുന്ന നിങ്ങൾക്ക് നല്ലതാണോ? അല്ലെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം ചുറ്റിലുമുള്ള ആർക്കെങ്കിലും നല്ലതാണോ? ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ചിട്ട് വേണം ഒരഭിപ്രായം പറയാൻ എന്നുള്ളതാണ്. ഈ 3-ന് നിങ്ങൾക്ക് നോയാണ് കിട്ടുന്ന ഉത്തരമെങ്കിൽ പറയുന്നത് കൊണ്ട് എന്തർത്ഥമാണെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി നോക്കി. ഓരോ കുട്ടികളും നമ്മളിപ്പോൾ മരണപ്പെട്ടതിന് ശേഷം അവരെക്കുറിച്ച് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. ഈ ലയയുടെ കാര്യം ഞാനും നാദരയും കൂടെ സംസാരിച്ചപ്പോൾ ഞാൻ പറയായിരുന്നു, ആ കുട്ടി ചോദിച്ച അവസാനത്തെ വീഡിയോയിൽ ചോദിച്ചൊരു ചോദ്യം, ഞാൻ മരണപ്പെട്ടാൽ മാത്രമേ നിങ്ങളൊക്കെ റിയാക്ട് ചെയ്യുള്ളൂ എന്നുള്ളതായിരുന്നു. ആ കുട്ടി അത് ചെയ്തിരുന്നെങ്കിലോ? അയ്യോ, ഞാൻ വലിയ ബുദ്ധിമുട്ടാണല്ലേ അത് കേൾക്കുന്ന സമയത്ത്. എൻ്റെ സഹോദരി അത് പറഞ്ഞതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലാണ്. കാരണം ഇവിടെ മരണപ്പെട്ടോ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തോ പോകുന്ന മനുഷ്യർക്ക് മാത്രമേ നീതി കിട്ടുള്ളൂ എന്നുള്ളൊരു തോന്നലിലേക്ക് ആ കുട്ടീനെ എത്തിച്ചത് നമ്മൾ തന്നെയാണ്. തീർച്ചയായും അതിന് ഉത്തരവാദിത്വം നമ്മൾ തന്നെയാണ് നമുക്ക് എടുത്തു പറയുന്നത്. നമ്മുടെ കയ്യിൽ നമുക്ക് ഉള്ള ഒരു ഫോൺ എന്ന് പറയുന്നത് നമുക്ക് എന്തും ചെയ്യാനുള്ള ഒരു ലൈസൻസ് അല്ല. ഇതുകൊണ്ട് എന്തോരം ഉപയോഗങ്ങളുണ്ട് എന്നുള്ളത് പലരും മറന്നു പോകുന്നു. പ്രത്യേകിച്ച് കുട്ടികളുടെ കയ്യിൽ, അതും പ്രായപൂർത്തിയാകാത്ത
കുട്ടികളുടെ കയ്യിലേക്ക് മൊബൈൽ ഫോൺ എടുത്തു കൊടുക്കുന്ന പാരൻസിനോടാണ്. അവർ ഭക്ഷണം കഴിക്കുമ്പോൾ തുടങ്ങി, കുട്ടിക്കാലത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ തുടങ്ങി അവരെന്തിനും ഏതിനും നിങ്ങൾക്ക് കുറച്ച് ഫ്രീ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളുടെ കയ്യിൽ ഫോൺ എടുത്തു കൊടുത്തിട്ട് നിങ്ങൾ അവിടെ സമാധാനത്തോടെ ഇരിക്കുമ്പോൾ ഏത് ലോകത്തേക്കാണ്, ലൂപ്പിലേക്കാണ് അവൻ കടന്നു പോകുന്നത് അല്ലെങ്കിൽ അവൾ കടന്നു പോകുന്നതെന്ന് ഒരു നിമിഷം നിങ്ങൾ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളെ ബ്ലെയിം ചെയ്യലല്ല, പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ് കേട്ടോ. ശരിക്കും അത് മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ഉള്ള വീടുകളിൽ അറിയാം. അവർ കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്, ഞങ്ങളുടെ കയ്യിലൊന്നും നിൽക്കുന്നില്ല കുട്ടികൾ. അധ്യാപകർ പറയുന്നു ഞങ്ങളുടെ കയ്യിൽ കുട്ടികൾ നിൽക്കുന്നില്ല. പണ്ടൊക്കെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ പിള്ളേർക്ക് ബഹുമാനം കൊണ്ട് തനി അങ്ങ് എഴുന്നേക്കുമായിരുന്നു ടീച്ചേഴ്സൊക്കെ കടന്നു പോകുമ്പോൾ. അതായത് ആ സമയത്ത് വേറെ ആരും ഇല്ലല്ലോ. പിന്നീട് അത് കൂട്ടത്തോടെ ഇരിക്കുമ്പോൾ ആ ബഹുമാനം അങ്ങ് കുറഞ്ഞു. ടീച്ചേഴ്സ് പോകുമ്പോഴും നമ്മുടെ ക്ലാസ്സിലൊന്നും അല്ലല്ലോ ഇരിക്കുന്നത്, നമ്മൾ പുറത്തല്ലേ ഇരിക്കുന്നത്, അവർ വരുമ്പോൾ അവരെ കാണുമ്പോൾ നമ്മൾ എന്തിനാ എഴുന്നേക്കുന്നത് എന്നൊരു ആറ്റിറ്റ്യൂഡിലേക്ക് മാറി. ഇപ്പോൾ ഒറ്റയ്ക്കിരുന്നാലും കൂട്ടായിരുന്നാലും ടീച്ചേഴ്സിനെ കണ്ടാലും പാരൻസിനെ കണ്ടാലും ഒരു മൈൻഡും ഇല്ലാത്തൊരു തലമുറയിലേക്ക് എല്ലാവരും അല്ല കേട്ടോ. നല്ല മക്കളുണ്ട്, മറ്റേ മക്കളൊന്നും മോശമാണെന്നും അല്ല പറയുന്നത്, അവരെവിടേക്കോ വഴിതെറ്റി പോയി. നിങ്ങളങ്ങനെ വഴിതെറ്റുന്നതുകൊണ്ട് നിങ്ങളുടെ ഭാവി എന്തായി തീരുന്നു ഒരു നിമിഷം അവർ ചിന്തിക്കുന്നില്ല. പോകുന്നിടത്ത് പോട്ടെ, നമ്മളതിനെയൊന്നും പ്രശ്നം ആക്കേണ്ട കാര്യമില്ല എന്നുള്ളൊരു തോന്നലാണ് അവർ അതിലേക്ക് എത്തിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഫോൺ എന്ന് പറയുന്ന അല്ലെങ്കിൽ സൈബർ ഇടം എന്നൊക്കെ പറയുന്നത് വലിയ രീതിയിൽ വിനോദവും വിജ്ഞാനവും ഒക്കെ തരുന്ന ഒരു ഇടം കൂടിയാണ്. കോവിഡ് കാലത്ത് നമ്മൾ പഠിച്ചത് ഒരുപക്ഷെ ഫോണിലൂടെ ആയിരിക്കും. പക്ഷെ അത്തരം ഒരു സാധ്യത ഉപയോഗപ്പെടുത്തുന്ന സമയത്തും നമ്മൾ പാരന്റ്സ് കൃത്യമായി തന്നെ കുട്ടികളുടെ ഫോൺ നോക്കണം. അത് എടുത്തു പറയാൻ നമുക്കൊക്കെ വിഷമമുണ്ടെങ്കിൽ പോലും പറയേണ്ടത്. ഫാമിലി ലിങ്ക് പോലെയൊക്കെ ഒരുപാട് ആപ്ലിക്കേഷൻസ് നമ്മുടെയൊക്കെ ഫോണിൽ അവൈലബിൾ ആണ്. അതൊക്കെ നിങ്ങൾ ലിങ്ക് ചെയ്തിട്ടിട്ട് നിങ്ങൾ നോക്കണം. കുട്ടികൾ ഏതൊക്കെ സൈറ്റുകളിൽ കയറുന്നു, കുട്ടികൾ എന്തൊക്കെ സെർച്ച് ചെയ്യുന്നു, കുട്ടികൾ എത്ര സമയം ഫോൺ ഉപയോഗിക്കുന്നുണ്ട്, ഏതൊക്കെ ആപ്പുകളാണ് ഏറ്റവും കൂടുതൽ അവർ ചെലവഴിക്കുന്നത്. നമ്മളെ കാണുമ്പോൾ അവർ മാറ്റിയിട്ട് അടുത്ത ടാബിലേക്ക് അവർ പോവും. പക്ഷെ അതെന്തുകൊണ്ടാണ്? നമുക്ക് ആ ടെക്നോളജിയിൽ അത്രയും നമ്മൾ അവരോടൊപ്പം എത്തിയിട്ടില്ല. അപ്പോൾ അവരോടൊപ്പം എത്താൻ സാധിച്ചില്ലെങ്കിലും അവരെത്തിപ്പെടുന്ന സ്ഥലം നല്ലതാണോ മോശമാണോ എന്ന് തിരിച്ചറിയാൻ അവരുടെ ഭാവിക്ക് വേണ്ടിയെങ്കിലും നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തേ പറ്റൂ. നമ്മളിത് എടുത്തു പറയാൻ കാരണം എന്നുള്ളത് നമ്മുടെ കമന്റ് ബോക്സുകൾ പരിശോധിച്ചവർ, പക്ഷേ ലേയുടെ വിഷയത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായി കാണാൻ സാധിക്കുന്നത് വളരെ മൈനർ ആയിട്ടുള്ള കുട്ടികളുടെ കമന്റുകൾ വളരെ വൾഗർ ആയിരുന്നു എന്നുള്ളതാണ്. ബോഡി ഷെയ്മിങ്ങും അല്ലെങ്കിൽ ജെൻഡർ ഷെയ്മിങ്ങും സെക്ഷുവലി ഒക്കെ ഉള്ള കമന്റുകൾ കാണേണ്ടി വരുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് നമ്മുടെ കുരുന്നു കുട്ടികൾ, ഈ കൊച്ചു കുട്ടികളുടെ അടുത്ത് നിന്നൊക്കെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഇത്തരം വാക്കുകൾ അവരെവിടെ നിന്ന് പഠിച്ചു, അവർക്ക് എവിടെ നിന്നാണ് മോട്ടിവേഷൻ കിട്ടിയെന്നുള്ള ഒരു വലിയ ചോദ്യം കൂടി ഉണ്ടെന്നുള്ളതാണ്. വലിയൊരു ടോപ്പിക്കാണ്. നമ്മൾ അതിൽ നിന്ന് മാറി മറ്റൊരു വിഷയത്തിലേക്ക് കടക്കുകയാണ്. നിലവിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വിവാഹത്തെ പറ്റി പ്രഖ്യാപിക്കുന്നതായിട്ട് കണ്ടു സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ വാർത്തയിലൂടെയൊക്കെ തന്നെ. ഒരു രാഷ്ട്രീയ പാർട്ടി വേടന്റെ വിവാഹത്തെ അത് പ്രഖ്യാപിച്ചത് ഒരു രാഷ്ട്രീയ വേദിയിൽ വെച്ചിട്ടായിരുന്നു എന്നുള്ളതാണ്. അതും വേടൻ എന്ന് പറയുന്ന വ്യക്തി കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് സാമൂഹ്യപരമായിട്ടൊക്കെ തന്നെ വലിയ അംഗീകാരം കിട്ടുന്ന സ്പേസിൽ നിൽക്കുന്ന മനുഷ്യൻ തന്നെയാണ്. എല്ലാ വിഭാഗം മനുഷ്യരെയൊക്കെ തന്നെ ചേർത്ത് പിടിക്കുന്ന രാഷ്ട്രീയം മുന്നോട്ട് കാണിക്കുകയും എഴുത്തിലൂടെ പറയുകയും തൻ്റെ കവിതയിലും പാട്ടിലൂടെ ഒക്കെ തന്നെ അത് പ്രഖ്യാപിക്കുന്ന ഒരാൾ കൂടിയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് മറ്റൊരു വിഷയം എന്നുള്ളത് നിയമപരമായിട്ട് ചില വിഷയങ്ങൾ ഇടപെടുന്ന ഒരാൾ കൂടിയാണ്. കാരണം ഒന്നിൽ കൂടുതൽ അലിഗേഷനുകൾ സ്ത്രീ വിഷയങ്ങളൊക്കെ തന്നെ ഇടപെട്ടുള്ള മനുഷ്യനും കൂടിയാണ്. അപ്പോൾ അത്തരമുള്ളൊരു വ്യക്തിനെ നിലവിൽ നമ്മളൊരു ഇലക്ഷനിലേക്ക് കടക്കുകയാണ്. അത്തരമുള്ളൊരു വ്യക്തിനെ നമ്മുടെ ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാർ അംഗീകരിച്ചുകൊണ്ട് അവരുടെ ഇടതുപക്ഷത്തിന്റെ വേദിയിൽ വെച്ച് വിവാഹത്തെ പറ്റി പ്രഖ്യാപിക്കുന്നത് വലിയ രീതിയിൽ ഒരു സാമൂഹിക ഒരു വ്യത്യാസം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ ആർ.ജെ. സുമിയുടെ അഭിപ്രായം എന്താണ്? അങ്ങനത്തെ ഒരു വിഷയത്തിൽ ഒരു പക്ഷേ പാർട്ടിക്കാരോ അല്ലെങ്കിൽ പാർട്ടിക്ക് അപ്പുറത്തേക്ക് ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് പറയാൻ സാധിക്കുക? ഒരു പാർട്ടിയും മോശമാണെന്നോ അല്ലെങ്കിൽ ഇന്ന പാർട്ടിയാണ് നല്ലതാണെന്നോ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി നമ്മളൊരു ഉത്തരവാദിത്വത്തിൽ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പൊസിഷൻ വഹിക്കുമ്പോൾ, ഇപ്പം ഞാനൊരു ആർ.ജെ. സുമിയാണെന്ന് പറയുമ്പോൾ ഞാൻ ആർ.ജെ. എങ്കിൽ പാലിക്കേണ്ട, എൻ്റെ റേഡിയോയിലൂടെ ഞാൻ പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ എനിക്കുണ്ട്, ഞാൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട് റേഡിയോയിലൂടെ. വ്യക്തിപരമായിട്ട് എനിക്ക് എന്തുമാവാം, പ്രശ്നമില്ല. പക്ഷെ ഞാൻ നിൽക്കുന്ന പ്രസ്ഥാനത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുമ്പോൾ ഞാൻ സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പേഴ്സണായിട്ട് മാറുകയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഏതാണ് പാർട്ടി അല്ലെങ്കിൽ ആരാണ് ഇപ്പോൾ ഭരണത്തിരിക്കുന്നത്? അപ്പോൾ അത്തരത്തിലുള്ളൊരു വ്യക്തി, പൊസിഷനിലിരിക്കുന്ന ഒരു വ്യക്തി അങ്ങനൊരു സിറ്റുവേഷനിൽ അങ്ങനെ പറയേണ്ടുന്നതായിരുന്നോ എന്നുള്ളൊരു ചോദ്യം എൻ്റെ ഉള്ളിലുണ്ടായി. അങ്ങനെ പറയേണ്ടതായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ വേടൻ എന്ന് പറയുന്ന അത്രയും മാസ്സായിട്ടുള്ള ഓഡിയൻസ് അല്ലെങ്കിൽ കുട്ടികൾ ഫാൻസ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരിക്കലും മോശം പറയാനും ഞാൻ ആളല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേരിൽ തെളിയിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ അങ്ങനെയുള്ള ഒരു കാര്യം വരുന്ന സ്ഥിതിക്ക്, അങ്ങനെയുള്ള കുറേ അലിഗേഷൻസ് നിൽക്കുന്ന സ്ഥിതിക്ക് ഇങ്ങനൊരു പൊസിഷനിൽ അല്ലെങ്കിൽ ഇങ്ങനൊരു വേദിയിൽ ഇത്തരത്തിൽ പൊസിഷനിൽ ഇരിക്കുന്ന റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തികൾ പറയേണ്ടതായിരുന്നു എന്ന ചോദ്യം തന്നെയാണ് എനിക്കും ചോദിക്കാറുള്ളത്.
തീർച്ചയായിട്ടും തിരുത്തി വരുന്ന മനുഷ്യരൊക്കെ തന്നെ തിരുത്തപ്പെടട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. തെറ്റുകൾ കൃത്യമായി തന്നെ അത് അഡ്രസ്സ് ചെയ്തുകൊണ്ട് നിയമപരമായിട്ട് ആ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്നുള്ളതാണ്. വേടൻ എല്ലാ വിധത്തിലുള്ള വിവാഹാശംസകൾ. അതെ, തീർച്ചയായിട്ടും ഈ അവസരത്തിൽ നമുക്ക് രണ്ടുപേർക്കും അതാണ് പറയാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നമ്മൾ ഇത്തരം വിഷയങ്ങളിലൊക്കെ തന്നെ വളരെ കൃത്യമായിട്ട് ഇടപെടാനൊക്കെ ശ്രമിക്കുന്ന ഒരാളുകളാണ്. പക്ഷേ നമുക്ക് അതിനകത്ത് കുടുംബം എന്ന് പറയുന്ന വലിയൊരു പശ്ചാത്തലം കൂടിയുണ്ട്. നമുക്ക് കുടുംബത്തിൻ്റെ സപ്പോർട്ട് എന്നുള്ളത് വലിയ സപ്പോർട്ടാണ്. അതില്ലാതിരിക്കുന്നതും ഇല്ലേ അതുണ്ടാകുന്നതും ഒരു പ്ലസ് ആണ്, ഇല്ലാതിരിക്കുന്നതും ഒരു മൈനസ് അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെടുത്ത് പറയാനുള്ളത് ആർജെ സുമി ഒരു സിംഗിൾ പാരൻ്റ് ആണ്. കാരണം ആർജെ സുമിക്ക് ഒരു മകളുണ്ട് എന്നുള്ളതാണ്. ഇപ്പം ഇത് കാണുന്ന ന്യൂസ് 3യുടെ പ്രേക്ഷകരിൽ സ്ത്രീകളായിരിക്കുന്ന കുറച്ച് മനുഷ്യർക്ക് ഒരു പക്ഷേ ഇത്തരം ഒറ്റയ്ക്കൊരു മകളെ വളർത്തുക മകനെ വളർത്തുക എന്നുള്ളത് വലിയ പ്രയാസം കൂടിയായിരിക്കും. അവർക്കൊരു മോട്ടിവേഷൻ ആകുന്ന വിഷയം ഒന്ന് സംസാരിക്കാമോ? എനിക്ക് പ്രയാസമല്ല കേട്ടോ, ഞാനത് തിരുത്താൻ അഭിമാനത്തോടു കൂടി അല്ലേ? തീർച്ചയായിട്ടും ഞാൻ വളരെ ഹാപ്പി ആയിട്ട് തന്നെ പറയും. എനിക്ക് വളരെ ഹാപ്പി ആയിട്ട് ആണ് ഞാനും എൻ്റെ മോളും ജീവിക്കുന്നത്. എൻ്റെ അച്ഛൻ മോൾ എടുത്ത് പറയാനായിട്ട് മോളൊരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആണ്. വളരെ ചെറുപ്പകാലത്തിൽ തന്നെ ഡബ്ബിംഗ് സ്റ്റാർട്ട് ചെയ്ത ഒരു വ്യക്തി കൂടിയാണ്. നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സീരിയൽ മഞ്ഞുരുകും കാലം എന്ന് പറയുന്ന സീരിയല് വളരെ ചെറുപ്പമായിരുന്ന ഒരു കുട്ടിയുടെ ശബ്ദം കൊടുത്തു, ജാനിക്കുട്ടി. അതെ, ജാനിക്കുട്ടിയുടെ ശബ്ദം എൻ്റെ മോളായിരുന്നു. അതിലെ വില്ലത്തി മുടിയൊക്കെ പിടിച്ച് വലിച്ച് നിങ്ങളൊക്കെ ട്രോൾ ആക്കിയില്ലേ? അപ്പൊ അങ്ങനെ ഒരു മകളെ വളർത്തി ഇന്ന് +1 പഠിക്കുന്ന ഒരു മകള് ഗവർണർ വന്ന ഒരു പരിപാടിയൊക്കെ തന്നെ ആങ്കർ ചെയ്തിട്ടുള്ള ഒരു വലിയ അഭിമാനിക്കാം അല്ലെ ഒരു അമ്മ എന്ന രീതിയിൽ. തീർച്ചയായിട്ടും ഞാൻ എല്ലാ കാര്യങ്ങളും, അതായത് എൻ്റെ എല്ലാ യാത്രയും എല്ലാ മൂവും നന്നായി ഒബ്സർവ് ചെയ്യുന്നൊരു മോളാണ്. അതായത് എനിക്ക് പല കാര്യങ്ങളും പറഞ്ഞു തരാണ്. പല സമയത്തും മനുഷ്യരല്ലേ ഡൗൺ ആവുന്ന, പല സമയത്തും അമ്മ അങ്ങനെ ചെയ്യരുത്, അമ്മ ഒരു സൈക്കോളജിസ്റ്റാണ്, അമ്മ ഇങ്ങനെ ചിന്തിക്കണം, അമ്മ അങ്ങനെ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു തന്ന്, അതായത് എന്നെ മോൾഡ് ചെയ്തെടുക്കുന്ന, എന്നെ വളരെയധികം എൻകറേജ് ചെയ്യുന്ന ഒരു മോളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സിംഗിൾ പാരൻ്റ് എന്ന നിലയിൽ എനിക്ക് അങ്ങനെ ഒരു ടാഗ് പോലും എനിക്ക് ഇഷ്ടമല്ല. പക്ഷേ ഞാൻ വളരെ ഹാപ്പി ആയിട്ട് എൻ്റെ മോളുമായിട്ട് ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നത്. അങ്ങനെയുള്ള ഒരുപാട് സ്ത്രീകളെ, ഒരുപാടെന്ന് വെച്ചാൽ നമ്മൾ വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിൽ അത്രയും മാത്രം സ്ത്രീകളെ കാണുന്നുണ്ട്. പക്ഷേ ഇവരൊക്കെയും തളർന്നു പോകുന്ന അവസ്ഥകൾ നമ്മൾ കാണാറുണ്ട്. പറ്റുന്നില്ല ജീവിക്കാൻ, മുന്നോട്ട് പോകാൻ. പക്ഷെ പറ്റണം. നിങ്ങൾ മകളെ ഓർത്ത് മാത്രമല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ മകനെ ഓർത്ത്, നിങ്ങളുടെ അടുത്ത തലമുറയെ ഓർത്ത് മാത്രമല്ല, നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് നിങ്ങളൊന്നും എൻജോയ് ചെയ്തിട്ടില്ല, നിങ്ങൾ ആസ്വദിച്ചിട്ടില്ല, നിങ്ങൾ ലൈഫ് കണ്ടിട്ടില്ല. എവിടെയൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞിട്ട് നിങ്ങളതിനെ എവിടേക്കോ തളർന്നു പോയിട്ടുണ്ട്. പക്ഷേ ഇനി അങ്ങോട്ട് യാത്രകൾ ചെയ്യാൻ നിങ്ങളുടെ ആരോഗ്യം നോക്കി, നിങ്ങളുടെ സൗന്ദര്യം നോക്കി, അതെന്ത് തന്നെയാണെങ്കിലും അതിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്വയം ഡെഡിക്കേറ്റ് ചെയ്ത് നിങ്ങൾ ജീവിക്കാനായിട്ട് തുനിഞ്ഞിറങ്ങി നോക്കി, ഓരോ നിമിഷവും നിങ്ങളുടേതായിരിക്കും, ഉറപ്പ്. ഓക്കെ, നമ്മൾ ന്യൂസ് 3യുടെ അവസാനിക്കാൻ കുറച്ച് സമയം കൂടി ബാക്കിയുള്ളൂ. അപ്പം നമ്മുടെ ഒരു അവസാന ചോദ്യം എന്ന രീതിയിൽ എന്താണ് ഹാപ്പിനെസ്? ആർജെ സുമിയുടെ ഒരു ഹാപ്പിനെസ് ഉണ്ടാവുമല്ലോ, അതിൽ എന്താണ് സുമി മനസ്സിലാക്കിയ ഹാപ്പിനെസ്? ഇന്ന് ഇപ്പോൾ ഈ നിമിഷം, ഇതാണ് എൻ്റെ സന്തോഷം. ഓരോ നിമിഷവും ഞാൻ വെറുതെ കളയാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല. ഓരോ ദിവസവും കഴിഞ്ഞു പോകുമ്പോൾ ജീവിതത്തോട്, ഓരോ നിമിഷത്തോട് ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി, അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ട് ഉറങ്ങാൻ ആഗ്രഹിക്കുന്ന, സമാധാനം കൊണ്ട് മാത്രം ഉറങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. നിങ്ങൾക്ക് ഇന്ന് രാത്രി സമാധാനത്തോടെ ഉറങ്ങാൻ സാധിക്കുമോ? അതാണ് നിങ്ങളുടെ ഹാപ്പിനെസ്. തീർച്ചയായിട്ടും ഈ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തണം എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത് അല്ലേ? കാരണം നമ്മൾ വളരെ തിരക്കുകൾ, ഞാൻ സുമിയോട് കുറച്ച് മുന്നേ സംസാരിച്ച സമയത്ത് ഞാൻ ആഗ്രഹിച്ചൊരു മറുപടി എന്നുള്ളത് അതായിരിക്കും. പക്ഷേ മൾട്ടി സ്പേസിൽ വളരെ കൃത്യമായിട്ട് ഇടപെടുന്ന ഒരാളാണ്. ഗായികയാണ്, അല്ലെങ്കിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്, അഭിനയിക്കും, ആർജയാണ്. ആർജെ എന്ന് എടുത്തു പറയേണ്ടത് ഇവിടുത്തെ പ്രേക്ഷകർക്കൊക്കെ തന്നെ ഈ ശബ്ദം കേട്ട് നല്ല പരിചയമുള്ള ശബ്ദവും കൂടിയാണ്. ഇനി കൈവയ്ക്കാത്ത ഒരു മേഖലയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അത്രയും എല്ലാ മേഖലയിലും സജീവമായിട്ട് നിൽക്കുന്ന സമയത്ത് തിരക്കുള്ള ലൈഫിലേക്ക് എത്തുന്ന ഒരാളെ സംബന്ധിച്ച് നമ്മുടെ ബുദ്ധിമുട്ടും വിഷമവും ഒക്കെ നമ്മൾ ഒരുപക്ഷെ മറന്നു പോകാൻ സാധ്യതയുണ്ട്. എങ്ങനെയാണ് എല്ലാ മേഖലയിലും വളരെ കൃത്യമായി തന്നെ ഇടപെടാൻ സാധിക്കുക എന്നുള്ളത്? ഈ പറഞ്ഞത് തന്നെയാണ് അതിന് എനിക്ക് നല്ല മറവിയാ. തീർച്ചയായിട്ടും മറക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമായിട്ട് കരുതുക. കാരണം നിങ്ങളുടെ വിഷമങ്ങൾ നിങ്ങൾ മറക്കാൻ സാധിക്കും. ഞാനെല്ലാം മറക്കും. ഇപ്പോൾ ഒരാൾ എന്നോട് ഭയങ്കര തെറ്റ് ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെ. എന്നെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത തെറ്റെന്നൊക്കെ പറയില്ല, അങ്ങനെയൊക്കെ തെറ്റ് ചെയ്ത മനുഷ്യരൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അവർ വീണ്ടും കാണാൻ ചിലപ്പോൾ ഞാനത് മറന്നുപോയിട്ട് എന്തുണ്ട് സുഖമായിരിക്കുന്നോ എന്ന് ചോദിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതെനിക്ക് സമാധാനം തരുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ അതിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ളത്. ഉറപ്പായിട്ടും സംസാരിക്കാനാണെങ്കിൽ ഒത്തിരി വിഷയങ്ങൾ ഇനിയും ഉണ്ട് എന്നുള്ളതാണ്. വളരെ അടുത്ത സുഹൃത്തുക്കളാണ് നിങ്ങൾ രണ്ടുപേരും. അപ്പൊ ഇനിയും നമുക്ക് ഈ പല അവസരങ്ങളിൽ ഒത്തുകൂടാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ ന്യൂസ് 3 ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.